ദുബായിലാണ് ഫാമിലി ഫുള്ളായിട്ട്. അവള് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. നീ ഭക്ഷണം ഓക്കെ ബൈ. കല്യാണം നടക്കാൻ മെയിൻ കാരണം ഈ വ്യക്തിയാണ് ഈ കല്യാണം നടത്തി കൊടുത്തതും. ലവ് മാരേജ് അല്ലല്ലോ, അറേഞ്ച്ഡ് മാരേജ് ആണ്. പുള്ളിക്കാരിയാണ് സംസാരിച്ചത്, അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സംസാരിച്ചത്. ബ്രോക്കർ സോറി, അത് പറയാൻ പഠിച്ചിട്ടാണ് അച്ഛനമ്മയെന്ന് പറഞ്ഞു. ബ്രോക്കർ പണി എവിടെയായിരുന്നു. അപ്പോൾ സംസാരിച്ച് രണ്ടും നന്നായിട്ട് അറിയാവുന്നവരല്ലേ, അങ്ങനെ സംസാരിച്ചൊക്കെ ഫാമിലിയായിട്ട് സംസാരിച്ചത്. പോയി ഭക്ഷണം കഴിക്കും. നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം. നിങ്ങൾ കഴിച്ചിട്ട് പറയാം. എനിക്ക് രണ്ട് ഭക്ഷണം ഇഷ്ടമാണ്. എനിക്ക് കൂടുതലും ബിരിയാണി ഇഷ്ടം. ഇപ്പം ഇടയ്ക്ക് എനിക്ക് ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എങ്ങനെ മനസ്സിലായി? മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ എനിക്ക് പൊതുവെ ഇഷ്ടമില്ല, മട്ടൻ ബിരിയാണി ഇഷ്ടമാണ്. സദ്യ ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ട് അങ്ങനെയല്ല, നമ്മളെന്നും സദ്യ കഴിക്കുന്നതാണല്ലോ. നീ എന്ന് സദ്യയാണ് കഴിക്കുന്നത്? അല്ല, നമ്മൾ വീട്ടിൽ സദ്യ കുറച്ച് കറികളൊക്കെ കാണുമല്ലോ ചോറിൻ്റെ ഇടയ്ക്ക്. ബിരിയാണി എന്നും കഴിക്കുന്നില്ലല്ലോ. റീസെന്റ് മട്ടൻ ബിരിയാണിക്ക് ഭയങ്കര ഡിമാൻഡാണ്. എനിക്ക് ട്രിവാൻഡ്രത്ത് മട്ടൻ ബിരിയാണി കിട്ടുന്ന വളരെ കുറച്ച് സ്പോട്ടിലുണ്ടല്ലോ. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞാൻ കഴിക്കാറുണ്ട്. ഇഷ്ടമാണ് മട്ടൻ ബിരിയാണി. ഓക്കെ ബൈ, ഇപ്പോൾ കഴിച്ചോളൂ. ചേട്ടാ ചേട്ടാ വഴി ഒന്ന് ഇപ്പോൾ ചേട്ടാ ചേട്ടാ ഇപ്പോൾ പോയിട്ട് തിരിച്ചു വരും. മുന്നേ അറിയാമായിരുന്നു. എനിക്കറിയാം. ചേട്ടാ ഒന്ന് വഴി കാണാം. ചേട്ടാ ഒന്ന് വഴി അച്ഛനാണ്. ഹായ് പറയോ? ഹായ് പറ. ഹായ്. മോളുടെ ധ്വനി. എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യും. മോഹൻലാല്, മമ്മൂക്ക. എല്ലാം കണ്ടപ്പോൾ പേടിച്ച്. ശരി, 2 വയസ്സ്. ഫ്ലൈങ് ഈസ് നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ പറയാം. ഡയന ഹമീദിന്റെ ഈ ഒരു പെട്ടെന്നായിരുന്നല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നല്ലേ സംഭവം? നമുക്ക് പെട്ടെന്നുള്ള അറിയാമായിരുന്നു. എന്ത് പറയുന്നു? ഭയങ്കര സന്തോഷം. രണ്ടുപേരുടെ കാര്യത്തിൽ ഭയങ്കര സന്തോഷം. സെയിം ഡയലോഗ് കല്യാണത്തിന് പറഞ്ഞായിരുന്നോ? അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ പുതിയ ലൈഫിലേക്ക് കടക്കുമ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അവൾ ആ ലുക്കിൽ രണ്ടുപേരുടെ മീൻ്റെയും ഡയാനയുടെയും ലുക്കിൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. പറഞ്ഞു കേട്ടതേ ഉള്ളൂ, ഡ്രസ്സ് കണ്ടെന്നാണ് പറഞ്ഞേക്കണേ. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. റിലേഷൻ അല്ല, അവരുടെ അറേഞ്ച് മാരേജ് ആണ്.
അവർക്ക് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു അറേഞ്ച് മാരേജാണ്. ഷമീൻ ഇതുപോലെ സ്റ്റാർ മാജിക്കിലേക്ക് വന്നിട്ടില്ലായിരുന്നോ? ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് കുറച്ച് വെക്കാം. അതെ ഡയാന വരും. അവൾ ഇതൊരു അറേഞ്ച് മാരേജാണ്. അതെ അതെ. സുനിമിത്ത ആല ഡിസൈനേഴ്സ് ആണ്. എന്റെയും നാനയുടെയും കോസ്റ്റ്യൂം സുനിമിത്തയാണ് ചെയ്ത് തന്നേക്കുന്നത്. ചേട്ടാ വഴി വണ്ടി ചേട്ടാ വഴി പോയിട്ട് വരും നമ്മൾ പോകുന്നില്ല, നമ്മൾ തിരിച്ചു വരും. നമ്മളൊന്ന് എന്താണ് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡാണ്, നല്ല ഭക്ഷണമായിരുന്നു. മട്ടൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു. ഇത് കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെയാ ഡയനെന്ത് പറഞ്ഞു? ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കണം. നല്ല എൻട്രി ഒക്കെ ആയിരുന്നു ബ്രൈഡിൽ. എന്റെ ഭർത്താവ് തിരിച്ചു കിടക്കണം ഇനി. ഹലോ ജെസ്സിക. നല്ല ഡ്രസ്സൊക്കെ ഹലോ, how are you? ഇവിടെ വന്ന് പാർക്ക് ചെയ്തു. ഇങ്ങോട്ട് ഇപ്പൊ പാർക്ക് ചെയ്തിപ്പോ വരുന്നത്. എടാ വഴി കുറച്ച് വഴി വിട്ട് നമ്മൾ ബ്രോ നിങ്ങൾക്ക് അവിടെ പറ്റെടുക്കാം. കുറച്ച് വഴി ചേട്ടാ കുറച്ച് അങ്ങോട്ട് വരും അങ്ങോട്ട് വീടല്ലേ ഫ്രണ്ടിൽ ശകലം ബാക്കിൽ വന്നാൽ ശകലം ബാക്കിൽ വന്നാലേ ഹലോ, സാരി അടിപൊളി. ആര് സെലക്ഷൻ ലുക്ക് കൊള്ളാം. സുഖമായിട്ടിരിക്കുന്നു. നമ്മളെ അനിയത്തിയുടെ കല്യാണമല്ലേ? ഓക്കെ എന്നാ പേരിൽ ഞാൻ എന്നെ രക്ഷപ്പെടുത്താൻ രാവിലെ ഞാനും അസീസോടെ മസ്കറ്റ് ഇല്ല. വെൽക്കം ഡ്രിങ്ക്സിൽ തുടങ്ങാൻ വിചാരിച്ചു. അയ്യോ മധുരം, ഞാൻ മധുരം അങ്ങനെ കഴിക്കാറില്ല, കുറച്ചേ കഴിക്കാം. ഓക്കെ എന്നാ പറ്റട്ടെ. അവിടെ